നമസ്കാരം. ധനുഷ് പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. 2024 ചോദിച്ചിട്ടുള്ള കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പ്ലസ് GK കണ്ടൻറ്റ് മാത്രം അടങ്ങിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എക്സാം എഴുതുന്ന എല്ലാവർക്കും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തെ അധ്യക്ഷനാരായിരുന്നു WC ബാനർജി. സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏതാണ്? ധാക്കയാണ്. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരായിരുന്നു? കഴ്സൺ പ്രഭു. തീവ്രദേശീയതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ബാലഗംഗാധര തിലകും ലാൽ ലജ്പത് റായുമാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ഭരണഘടനാ ദിനം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഉൾപ്പെടാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതൊക്കെയാണ്? എഴുതപ്പെട്ട ഭരണഘടന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളും. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതായിരുന്നു? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K. കേളപ്പൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടുകൂടി അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടുകൂടി അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം എന്ന് കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളി ആരാണ്? വക്കം അബ്ദുൾ ഖാദർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. വനിതാ ലോകകപ്പ് ഫുട്ബോൾ സ്പെയിൻ. വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിനാണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കുക ആ കമ്മിറ്റി ഏതാണ്? മലബാർ കലാപത്തിൻ്റെ കാരണം തിരക്കിയ കമ്മിറ്റി ആരാണ്? വില്യം ലോഗനാണ് മലബാർ കലാപത്തിന് എന്തിനുണ്ടായെന്നൊക്കെ അന്വേഷിക്കാൻ പോയത്. നെക്സ്റ്റ് വൺ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയെ നിയമിച്ച കേരളീയൻ ആരാണ്? സെക്രട്ടറി എന്ന വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ. സെക്രട്ടറിയെ നിയമിച്ച കേരളീയൻ ആരായിരുന്നു? VP മേനോൻ. സെക്രട്ടറി ആയിരുന്നു VP മേനോൻ അല്ലേ. നെക്സ്റ്റ്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തത് ഇതിനാണ്? കാർഷിക മേഖലയ്ക്കാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. നയത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ
ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഇപ്പോൾ ആരാണ്? ശക്തികാന്ത് ദാസാണ്. ശക്തികാന്ത് ദാസാണ് ഗവർണറായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡുനോസ്തിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് പർവ്വതനിരയിലാണ്? ആൻസർ എന്താണ്? കാരക്കോറം. കാരക്കോറമാണ് ആൻസർ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. തെറ്റിപ്പോകല്ലോ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കാവേരിയുടെ പോഷക നദി ആരാണ്? കബനിയാണ്. തർക്കമൊന്നും വേണ്ട, കബനിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് അല്ലേ? പാകിസ്ഥാൻ്റെ ക്ലിഫ് ഒന്നും അങ്ങോട്ട് ഓർക്കുക. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ആരാണ്? ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഴമുള്ളത്. പെരിങ്ങൽകൂത്ത് വൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് കാണുന്നത്? പെരിങ്ങൽകൂത്ത് എവിടെയാണ്? ചാലക്കുടി പുഴയിൽ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ചെറിയ ദേശീയോദ്യാനം ഇവിടെ ഓപ്ഷനിൽ തെറ്റാണ്. ഇരവികുളം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ഇരവികുളം ഏതാണ്? ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നമുക്കിവിടെ MP രാജേഷാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആരാണ്? ശാസ്താംകോട്ട കായൽ. ഇനി കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏകത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടൊക്കെ ഓർക്കുമ്പോൾ ഏതാ വരിക? മംഗളവനം. കൊച്ചി മംഗളവനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുള്ള ജില്ല ഏതാണ്? ജില്ല ഏതാണ്? ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ കാണപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? ഏത് വിമാനത്താവളമാണ്? നെടുമ്പാശ്ശേരി അല്ലേ? നെടുമ്പാശ്ശേരിയുടെ പ്രത്യേകത എപ്പോഴും ഉണ്ട് അല്ലേ? സോളാറും ഒക്കെ പ്രത്യേകതയുണ്ട്. അപ്പം ചാമ്പ്യൻസ് ഓഫ് എർത്തും കൂടി കിട്ടിയ ആർക്ക്? നെടുമ്പാശ്ശേരിക്ക്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എടുക്കപ്പെട്ട ആരെയാണ്? കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഏത് സ്ഥലത്തെയാണ്? ഏത് സ്ഥലം? മീനങ്ങാടിയാണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ സംസ്ഥാനം ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് കേട്ടോ. കേരളമാണ് തൊഴിലുറപ്പുകാരിൽ ബെസ്റ്റ്. തൊഴിലുറപ്പുകാർ കൂടുതലുള്ളത് എവിടെയാണ്? കേരളം എന്ന് ഓർത്താൽ മതി അല്ലേ? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ജീവിതം പെൻഡുലം ആരാണ്? ശ്രീകുമാരൻ തമ്പി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ജൂലൈ 14, 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചല്ലേ? ചന്ദ്രയാൻ 3 ഏതാണ്? ജൂലൈ 14 ചന്ദ്രയാൻ 3 കേട്ടോ. ജൂലൈ 14 ചന്ദ്രയാൻ 3. നെക്സ്റ്റ് വൺ, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുക? മെയ് 17 ഒരു ഇയറും കൂടി നമ്മൾ ഓർക്കുന്നുണ്ട്. മെയ് 17 ഏത് ദിനമാണ്? നമുക്ക് എന്തായിട്ടാണ് ഓർക്കേണ്ടത്? കുടുംബശ്രീയെ ഓർത്താൽ മതി. കുടുംബശ്രീയാണ് മെയ് 17 എന്ന് കൂടി ഓർക്കുക. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? യുനെസ്കോ സാഹിത്യ നഗരം ആരാണത്? കോഴിക്കോടാണ്. യുനെസ്കോ സാഹിത്യ നഗരം കോഴിക്കോടാണ്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറഞ്ഞ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. സെമി കണ്ടക്ടർ പ്ലാന്റ് ഗുജറാത്താണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത്
2, 3, 4 ശരി അല്ലേ? 2, 3, 4 ശരി. അതായത് പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണം ഏതൊക്കെ പറയാം? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. വിക്ഷേപണ സമയം LV Mark 3 ആണ്. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023 അല്ലേ? വീരമുത്തുവേൽ ഓർക്കുക. LV Mark 3 ജൂലൈ 14, 2023. ചന്ദ്രയാൻ 3യെ പറ്റി ഒന്ന് ഓർത്തിരിക്കുക. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ജൂൺ 2016 ചോദിച്ചത്. ആരായിരുന്നു അവിടെ? അപ്പോഴത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ തന്നെയാണ്. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാ? പൊൻകുന്നം വർക്കി ആത്മകഥ എൻ്റെ വഴിത്തിരിവ് അല്ലേ? പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരായിരുന്നു? മുഹമ്മദ് സിറാജാണ് ആ ഇന്ത്യൻ ബൗളർ. ഒരു വിക്കറ്റിൽ ഒരു ഓവറിൽ അല്ലേ? ഒരു ഓവറിൽ എത്ര റൺസ്? 7, 8 അല്ലേ? 7 റൺസ് എന്നൊക്കെ. 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? മുഹമ്മദ് സിറാജ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഇന്ത്യൻ ഷെർപ്പ എന്ന് പറഞ്ഞ ആരാണ്? അമിതാഭ് കാന്താണ്. ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആയിരുന്നു ഇന്ത്യൻ ഷെർപ്പ. എന്തിൻ്റെ ആയിരുന്നു? G20 സമ്മേളനത്തിൻ്റെ ഷെർപ്പ അമിതാഭ് കാന്ത് ആയിരുന്നു. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? സാമ്പത്തിക ശാസ്ത്രം പിതാവ് നമുക്കാരാണ്? ആഡം സ്മിത്ത് അല്ലേ? പിതാവ് വരുന്നത് ആഡം സ്മിത്ത് തന്നെയാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് തന്നെയാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ബന്ധപ്പെട്ട് താഴ്ത്തുനിരിക്കുന്ന പ്രസ്താവന ശരിയായ തിരഞ്ഞെടുക്കുക. ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുമ്പോൾ എല്ലാം ശരിയാണ്. ഏതൊക്കെയാണ്? മെഡലുകളുടെ എണ്ണം 107 ഏഷ്യൻ ഗെയിംസ് നടന്ന ചൈനയിലാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഒന്നുകൂടി 107 മെഡലുകളുടെ എണ്ണം. ചൈനയിൽ വെച്ച് നടന്നു. പുരുഷ ക്രിക്കറ്റിൽ എന്ത് ലഭിച്ചു? ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു കേട്ടോ. ഏഷ്യൻ ഗെയിംസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് ഇവിടെ വെച്ചാണ്? കരളിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുക. താഴെ തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസത്തിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗം എന്താണ്? ക്വാർഷിയോർക്കർ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? കേരളത്തിലെ നാഷണൽ പാർക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? പെരിയാറുണ്ട്, സൈലൻറ്റ് വാലി, പേപ്പാറയും വയനാടും ഒക്കെ ഉണ്ട്. നാഷണൽ പാർക്ക് ഏതാണെന്ന് പറയാം? സൈലൻറ്റ് വാലി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കലനം തെങ്ങ് ഏതാണ്? അത്യുൽപാദന ശേഷിയുള്ള സങ്കലനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗ. സങ്കലനം തെങ്ങ്. അത്യുൽപാദന ശേഷി സങ്കലനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗ. 2023 ലോക പരിസ്ഥിതി സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടാണ് 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം വന്നിട്ടുള്ളത്? പ്ലാസ്റ്റിക് മലിനീകരണം. പ്രാധാന്യം അതിനാണ്. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര അല്ലേ? ആശാധാരയാണ് ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി. ആശാധാരയിൽ ഇവർക്കൊക്കെ ആശ കൊടുക്കാം. ഹീമോഫീലിയ ഉള്ളവർക്കും അരിവാൾ രോഗം ഉള്ളവർക്ക്, തലാസീമിയൊക്കെ ഉറപ്പിച്ച് ആശ കൊടുക്കുന്ന പദ്ധതിയാണെന്ത്? ആശാധാര എന്ന് ഓർത്ത് വെച്ചേക്കുക. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 23 ഏത് വിളയുടെ വർഷമായാണ് ആചരിക്കുക? 23 ഏത് വർഷമായിരുന്നു? ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ് ഇയർ അല്ലേ? വിവിധയിനം മണ്ണിനങ്ങളുടെ പീച്ച് താഴ്ത്തുന്നിരിക്കുന്ന ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? നോക്കാം. 5. ചുവടെ കൊടുത്തിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡികൾ കണ്ടെത്തുക. അലൂമിനിയം ബോക്സൈറ്റ് ശരിയാണ്. സിങ്ക് കലാമൻ ശരിയാണ്. കോപ്പർ കുപ്രൈഡ് ശരിയാണ്. തെറ്റേതാണ്? ഇരുമ്പ് ക്രയോലൈറ്റാണ് തെറ്റ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? എന്തൊരു ഊർജ്ജ പരിവർത്തനം നടക്കാറുണ്ട്? ജനറേറ്ററിൽ അല്ലേ? ജനറേറ്റർ വെക്കുമ്പോൾ എന്ത് നടക്കാറുണ്ട്? യാന്ത്രികോർജ്ജമാണ് വൈദ്യോർജ്ജം ഉണ്ടാക്കുക. നമുക്ക് വൈദ്യുതിയല്ലേ കിട്ടുക. സോ യാന്ത്രികോർജ്ജമാണ് വൈദ്യോർജ്ജമായിട്ട് മാറുക. നെക്സ്റ്റ്, ആറ്റത്തുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി നമുക്ക് കണ്ടെത്തി കൊടുക്കണം അല്ലേ? നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? 1, 3, 4 അല്ലേ? ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. പിന്നെ ഇവിടെ നോക്കാം. ന്യൂട്രോൺ ചാഡ്വിക് ആണ്. പ്രോട്ടോൺ എന്താണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. നോക്കാം. ഇലക്ട്രോൺ ജെ തോംസൺ ആണ്. ന്യൂട്രോൺ ചാഡ്വിക് ആണ്. പ്രോട്ടോൺ ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ചോളം ശരിയായ ഏതെല്ലാം? ചോദ്യം സമതല ദർപ്പണത്തെക്കുറിച്ച് മാത്രമാണ്.
ആൻസർ നോക്കാം അല്ലേ. ആൻസർ എന്താണ് നോക്ക്. 1ഉം 2ഉം ശരിയാണെന്ന് പറയാം. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പിന്നെ വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഇത് രണ്ടും എന്താണ്? സമാന ദർപ്പണത്തിൻ്റെ ശരിയായ കാര്യങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദ്യത്തെ L1 വിക്ഷേപിച്ചതെന്നാണ്. ആദ്യത്തെ L1 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ജൂലൈ 2 അല്ലേ. സെപ്റ്റംബറിലല്ലോ, ജൂലൈ 2, 23 ജൂലൈ 2. സെപ്റ്റംബറിൻ്റെ കാര്യം അറിയാമല്ലോ അല്ലേ. മറ്റേത് അറിയാം. 23 ഒന്ന് ക്ലിക്കാക്കിയേക്കുക. 23 ജൂലൈ 2 എന്താണ്? ആദിത്യ L1 ആണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസ്തെ ഏത് രാജ്യക്കാരനാണ്? സാഹിത്യ നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസ്തെ ഏത് രാജ്യക്കാരനാണ്? നോർവേ രാജ്യക്കാരനാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരവയവം എന്നാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് എവിടെയാണ്? കരളാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? പ്ലാസ്മോഡിയം. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്, ഡോക്ടർ സേവനമുണ്ട്, CT സ്കാനുണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുന്നുണ്ട്? CT സ്കാനാണ് അവിടെ കിട്ടാൻ പാട്. CT സ്കാൻ കിട്ടില്ല. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്. ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യസുരക്ഷ 7 കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. ആരോഗ്യശാസ്ത്രം തൃശ്ശൂരാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ജീവിതശൈലി അല്ലാത്തത് ഫാറ്റി, ഹൃദയാഘാതം, തൊണ്ടമുള്ള, ഇതായിരിക്കും വരിക. തൊണ്ടമുള്ള ഓക്കെ, തൊണ്ടമുള്ളാണ് ആൻസർ. നെക്സ്റ്റ് വൺ, യോജകലയെ ബാധിക്കുന്ന ക്യാൻസർ. യോജകലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? യോജകലയെ ബാധിക്കുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ സാർക്കോമയാണ്. സാർക്കോപ്ലാസം ഒക്കെ വരുന്നുണ്ട്. സാർക്കോമയാണ് ക്യാൻസറിൻ്റെ പേര്. സംസ്ഥാന അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. അംഗപരിമിതർക്ക്. ആ പദ്ധതിയുടെ പേരെന്താണ്? നിരാമയാണ്. ആ പദ്ധതിയുടെ പേര് നിരാമയ എന്നാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന എന്നാണ്? 2008 ബ്ലാക്ക് ടു ബേസിക് ഏത് അസുഖം ബന്ധപ്പെട്ടതാണ്? കൊറോണ വൈറസ്. ബ്ലാക്ക് ടു ബേസിക് കൊറോണ വൈറസ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കൗമാരക്കാല ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? സശ്രദ്ധമാണ്. ഇപ്പോൾ എന്താണ്? കൗമാരക്കാരിൽ എന്താണ്? ജീവിതശൈലിയാണെന്ത്? സശ്രദ്ധം എന്ന് ഓർക്കുക. ശ്രദ്ധയോടുകൂടി അവർ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നു. ലോക ജന്തുരോഗ ദിനം എന്നാണ്. ജന്തുരോഗ ദിനം ജൂലൈ 6. ജന്തുരോഗം ജൂലൈ 6 ജന്തുരോഗങ്ങൾ വരിക. ജന്തുരോഗം ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ എന്നാണ് ചോദ്യം അല്ലേ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ചോദിച്ചാൽ നമുക്ക് വീണാച്ചോട് എഴുതി വെച്ചല്ലേ. ഇവിടുത്തെ ആരാണിപ്പോൾ? മൻസുഖ് മാണ്ഡവ്യ. തെറ്റിപ്പോവും വേണേ അല്ലേ. ഓക്കെ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? വനിതാ സർവകലാശാല ആരാണ് സ്ഥാപിച്ചത്? DK കാർവെ. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? അപരീന്ദ്രനാഥ് ടാഗോർ.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒരു തവണ. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നാണ് കടമെടുത്തേക്കുന്നത്? റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തതാരാണ്? ബാലഗംഗാധര തിലകാണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്ന ഏതാണ്? വെല്ലൂർ കലാപമാണ് 1806 നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞ ആരാണ്? K. മുൻഷി. രാഷ്ട്രീയ ജാതകം മുൻഷി പറഞ്ഞു. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338A ആണ്. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ട എന്തിനെയാണ്? 338B ആണ് ചേർക്കപ്പെട്ടത്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതായിരുന്നു? അനുച്ഛേദം 21A ആണ്. 20 ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയുടെ ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡമാണ് മഹാത്മാഗാന്ധി നാണയം. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയം. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 1, 3, 4 69-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ 4ാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നിന്ന് നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ കാലഘട്ടത്തിലാണ്. 4ലാണ് ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഗാഡ്ഗിൽ പദ്ധതി 69-74. താഴെ പറഞ്ഞതിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നീതി ആയോഗിൻ്റെ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം നയിച്ച ബാക്കിയൊക്കെ ശരിയായ പ്രസ്താവനയാണ്. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുക? 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെടുക? അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആൻസറില്ല കേട്ടോ, അതൊരു ഡീറ്റെയിൽ ക്വസ്റ്റ്യൻസാണ്. ഫൈനൽ ആൻസറൊക്കെയാണിത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്ന എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ച് ഉള്ളതാണ്? ആരെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മൈസൂർ ബാക്കി 3 പെടുന്നവയാണ് 2023 ഒക്ടോബറിൽ നടന്ന മമ്മൂട്ടിയോടൊപ്പമുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലായിരുന്നു, ആഴംകൂടി തുറമുഖം. ഇത് ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? സി ആണ് 3, 5 ഭാഗമല്ലാത്ത ഭാഗങ്ങൾ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഇതാണ് ഡൂൺസ് താഴ്വര സ്ഥിതി ചെയ്യുന്നത്. പുറംതിരകളിൽ നിന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന, ബാക്കിയെല്ലാം ശരിയായതാണ്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ തീരങ്ങൾ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. പഠിക്കുന്നൊരു വേഗം ഇങ്ങനെ വായിച്ച് പഠിച്ചു പോകുക എന്നുള്ളതാണ്. ടൈമില്ലല്ലോ. അപ്പോൾ ഓർത്തിരിക്കും കേട്ടോ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഒന്നാമത്തെ വടക്കൻ സർക്കാസം ആണ് അതായത് ബാക്കി പടിഞ്ഞാറൻ തീരസമതലത്തിൽ പെടുന്നവയാണ്. ഏതൊക്കെ? മലബാർ തീരം, കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം. നെക്സ്റ്റ് താഴത്ത് നിന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി എന്ന് നോക്കാം. ബി മാത്രം. ഉപദ്വീപീയ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ.
4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്ത കടന്നു വ്യക്തിയാണ്. ആരാണിദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. പുതിയ അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. തെറ്റായത് നോക്കുക. D ആണ് തെറ്റ് ഭാഗം കൃത്യമാക്കി നോക്കുക. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി. മുഖ്യമന്ത്രിമാരാണ് മധ്യപ്രദേശ് മോഹൻ യാദവ്, തെലങ്കാന. ഓക്കെ, ശരി. അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം. വിസ അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാനാണ് വിസ അനുവദിച്ചത് അല്ലേ. കുറച്ച് കാലത്തിന് ശേഷം അവർ വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒഡീഷയും ആന്ധ്രാപ്രദേശിലുമാണ്. ചുവടെ കൊടുത്തിട്ടുള്ള ജില്ലകളിൽ കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല. കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? കണ്ണൂരും കാസർഗോഡുമാണ്. കണ്ണൂരും കാസർഗോഡും കർണാടകത്തോട് അടുത്തുണ്ട്. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. അഷ്ടമുടി കായലാണല്ലേ. ബാക്കി ശാസ്താംകോട്ട, പൂക്കോട് തടാകം, അല്ലേ. കായൽ, പൂക്കോട്, വെള്ളായണി. അഷ്ടമുടിക്കായൽ വേറെയാണ്. പെരിയാർ നദീ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. B ആണ് ആൻസർ. പെരിയാറിൻ്റെ ബാക്കി ഭാഗം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എറണാകുളം ജില്ലയിൽ വെച്ച് നദി അറബിക്കടലുമായി ചേരുന്നു. ഇടമലയാർ എന്ന അണക്കെട്ട് നദിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. B ആണ് ഷോളയാർ, പാലക്കാട്. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയെ ബന്ധമില്ലാത്തത് ഏതിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതിനാണ്? ആറളം അല്ലേ, കണ്ണൂർ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ എഴുതുക. ആൻസർ ഇത് ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കണ്ട. ഇപ്പോൾ എത്ര തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M. ശ്രീശങ്കർ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ എന്താണ്? അത്ലറ്റിക്സ് ആണ്. M. ശ്രീശങ്കർ അത്ലറ്റിക്സ് ആണ്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. ഇതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതേതാണ് കേന്ദ്രം നടത്താത്തത്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതരാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണിത്? ചണം. ഇന്ത്യ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ദഹനം സുഗമമാക്കാൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ഇന്ത്യയുടെ സൗര ദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ഏതാണ്? വിരാട് കോഹ്ലി. നെക്സ്റ്റ്,
മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ താരാണ് അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ്? സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഏതാണ്? പാരീസ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപര്യാപ്ത രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ നല്ല ഇനം, സങ്കര ഇനം, നെല്ലിനങ്ങൾ ഏതൊക്കെ? സങ്കര ഇനം, നെല്ലിനങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു വയ്ക്കുക. പവിത്ര, അന്നപൂർണയാണ്. സങ്കര ഇനം, നെല്ല്, പവിത്ര, അന്നപൂർണ. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി നിലവെച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? 1. മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് പരിപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ശരിയാണോ? അല്ല, അവിടെ തന്നെ കിടക്കും അല്ലേ. ബാക്കി ദീർഘകാലം മണ്ണിൽ കേടുകൂടാതെ കിടക്കുന്നു അല്ലേ. പിന്നെ മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നുണ്ട്. ശരിയാണിത്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുന്നത് എല്ലാം ശരിയല്ലേ. ബാക്കി എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതല്ല? കാൽസ്യവും ഫോസ്ഫറസുമാണ് അല്ലേ ശരിയായത്. എല്ലും പല്ലും കാൽസ്യം ഫോസ്ഫറസ്. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? വംശനാശ ഭീഷണി ഏതൊക്കെയാണ്? 2, 3 അല്ലേ. മലമുഴക്കി വേഴാമ്പലും ഉണ്ട്, മലബാർ വെരുകും അല്ലേ. മലമുഴക്കി വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയായിട്ട് അതങ്ങനെ തന്നെ. 23 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല 23 ഏതാണ്? കോഴിക്കോട്. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറു ധാന്യങ്ങൾ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നുണ്ടോ? ചില ലോഹങ്ങൾ അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്തവ ഏതൊക്കെയാണ്? അലൂമിനിയം, ബോക്സൈറ്റ്, സിങ്ക് ഗലിന, ഇരുമ്പ് ഹെമറ്റൈറ്റ്, കോപ്പർ കുപ്രേറ്റ് അല്ലേ. തെറ്റായ ആൻസർ ഏതാണ്? ബി അല്ലേ, സിങ്ക് ഗലീനയല്ലേ. കലാമിന് വായിച്ചിട്ടുണ്ടായിരുന്നു. അലുമിനിയം ബോക്സൈറ്റ്, ഇരുമ്പ് ഹെമറ്റൈറ്റ്, കോപ്പർ കുപ്രൈറ്റ്. ഒരു വസ്തു അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം തന്നിരിക്കുന്നതിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഗതികോർജ്ജമാണ് ചോദിച്ചിരിക്കുന്നത്. ഗതികോർജ്ജം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? 2, 3 അതായത് മാസുണ്ട്, പ്രവേഗം എന്താണ്? ഗതികോർജ്ജം ബന്ധപ്പെട്ടതാണ്. മാസും പ്രവേഗവും ഗതികോർജ്ജമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാസും പ്രവേഗവുമാണ് ഗതികോർജ്ജം ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്ത് കണ്ടുപിടുത്ത ബന്ധപ്പെട്ടാണ്? മൗംഗി ബാവൻഡി, ലൂയിസ് സി ബ്രൂസ്, അലക്സി യക്കിമോവ് എന്നിവർക്ക് പേര് പഠിച്ചു വെച്ചേക്കുക. എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തമാണ്? എന്ത് കണ്ടുപിടുത്തം അവർ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എന്തായിരുന്നു? ക്വാണ്ടം ഡോട്ട്സ് അല്ലേ. മൗംഗി ബാവൻഡി, ലൂയിസ് സി ബ്രൂസ്, അലക്സി യക്കിമോവ്. 23 രസതന്ത്രമാണ് ക്വാണ്ടം ഡോട്ട്സ്. തിരിച്ചിങ്ങോട്ട് നമുക്ക് ചോദിച്ചാലോ? ശബ്ദതരംഗ ബന്ധപ്പെട്ട് താഴ്ന്നിരിക്കുന്ന പ്രസ്താവന ശരിയില്ലാത്തവ കണ്ടെത്തുക. 4 ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന വായുവിലാണ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമായിരുന്നു പ്രൊപ്പലൻ്റായിട്ട്. ചന്ദ്രയാൻ 3യുടെ കാര്യം പഠിക്കുമ്പോൾ അതും കൂടി ഓർക്കിയത്. പ്രൊപ്പലൻ്റ്, ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജൻ. എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിൻ്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3 ആയിരിക്കും വരിക. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ചാണ് പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കുക. 1, 4 ശരി. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മൂലക ഘടകം ഹൈഡ്രജനാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗമാണോ? വയറിളക്കത്തിന് ഡയേറിയയ്ക്ക് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ, കൊതുകിനെ കൊല്ലുന്നതിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? രണ്ടാമത്തുണ്ട് അല്ലേ. 2, 4 ഉണ്ട്. 2 മീൻസ് മന്തും മലമ്പനി. 2 കൊതുകാണ് അല്ലേ. പ്ലാസ്മോഡിയം വൈവാക്സ് മന്തിൻ്റെ ഉണ്ട്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട
നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. അല്ലെ, ഡയറ്ററി ഫൈബേഴ്സിനെ സംബന്ധിച്ച് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന എന്തൊക്കെയെന്നാണ് ചോദിച്ചേക്കുക. ശരിയായ പ്രസ്താവന എന്തൊക്കെയാണ്? ഒന്നാമത്തതും മൂന്നും നോക്കാം. സസ്യാഹാരത്തിലൂടെ കഴിക്കുന്നതും ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത തരം ധാന്യമാണ്. ഇല്ല, ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഡയറ്ററി ഫൈബറിന് എന്താ പ്രശ്നമുള്ളത്? അതിൻ്റെ ഫങ്ഷൻ ഇപ്പോൾ ശരിക്കും എന്താണ്? ഇതില്ല, ഡെഫിക്കേഷൻ സാധ്യമാക്കുന്നില്ല. ഡിഫിക്കേഷൻ ഏറ്റവും സ്മൂത്തായി നടക്കണമെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ആർക്കുള്ളത്? ഡയറ്ററി ഫൈബേഴ്സ് ഉള്ളത്. അത് കുടലിൽ നിന്നും വൻകുടലിൽ കൂടി ഡെഫിക്കേഷൻ വേഗത്തിൽ സാധ്യമാകണമെങ്കിൽ ഈ ഡയറ്ററി ഫൈബേഴ്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്നാണ്. അതിൻ്റെ ഫങ്ഷൻ ശരിക്കും അതാണ്. എപ്പോഴും ഇവ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഏതാണത്? നാരുകൾ. നെക്സ്റ്റ്, ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? ഹൃദയമിടിപ്പിൻ്റെ ഉപകരണം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്റ്റെതസ്കോപ്പ്. നമ്മൾ തെറ്റിച്ച് നോക്കുമ്പോൾ അറിയില്ലേ. വാക്സിനുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയല്ലാത്തതാണ്. വാക്സിൻ പ്രസ്താവന ശരിയല്ലാത്തത് ഏതാണ്? വാക്സിൻ ഒന്ന് വായിച്ചോളൂ. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ തന്നെയാണ്. വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണ്. ഇല്ലേ, ഓറലി കൊടുക്കുന്നതും ഉണ്ട്. ഇത് ശരിയല്ലാത്തതെന്ന് നോക്കാം. എഡ്വേർഡ് ജെന്നറാണ് തുടക്കം കുറിച്ചത്, ഓർത്തിരിക്കുക. വെറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനത്തിൽ ബന്ധപ്പെട്ടിരിക്കും? ടാക്ടൈൽ വാച്ച്. ഓപ്ഷൻ എ കാണണം. നെക്സ്റ്റ് വൺ, ക്ഷയം, വൈറസ്, ചിക്കൻ പോക്സ്, പ്ലാസ്മോഡിയം. ശരിയായ ജോഡി ഏതൊക്കെയാണ് ഉള്ളതാണ് ചോദിച്ചത്. ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവും ബന്ധപ്പെട്ട് നൽകിയിട്ട് പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ശരി. അടുത്തത്, വിറ്റാമിനുകളെ ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ബി ആണ് ആൻസർ. കേരളത്തിൽ വ്യാപകമായി ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നത് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമായിരിക്കും? ഡെങ്കിപ്പനി വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് വായിച്ചാൻ പറ്റുമോ? സി 1ഉം 4ഉമാണ് ശരി. ഇവിടെ ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി, ഡിവൈസ് ക്ലോഷർ എന്നൊരു ചികിത്സാരീതി ഏതവയവും ബന്ധപ്പെട്ടതാണ്? ഏതവയവുമാണ്? ഹൃദയം. ഇല്ല, അത് പുതിയ അറിവായിരിക്കും. ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ജീവൻ ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ഏതാണത്? അസ്സാമാണ് കേട്ടോ. ചോക്കുവ അരി, അസ്സാം. 23 ഓഗസ്റ്റിൽ EG51 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. EG5.1 എറിസ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം, ജല ബഡ്ജറ്റ് എവിടെയാണ്? കേരളം. കഴിഞ്ഞ ദിവസത്തെ കുറിച്ചില്ല അല്ലേ? ഇതിനകത്തുള്ളതാണ്. ഓക്കെ.